ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് മാർവലിൻ്റെ തന്നെ ഒരു 2 പാക്കാണ്. മാർവലിൻ്റെ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ മൂവിയിൽ നിന്നുള്ള ക്യാപ്റ്റൻ അമേരിക്കയുടെയും അതിൽ തന്നെ വില്ലനായിട്ടുള്ള ക്രോസ് ബോൺസിൻ്റെയും രണ്ടിൻ്റെയും കൂടെ ഉള്ള ഒരു 2 പാക്കാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം അതിൻ്റെ ബോക്സ് ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ബോക്സ്. താഴെ ഇത് കൊടുത്തിട്ടുണ്ട് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ. സൈഡിൽ കുറച്ച് ആർട്ട് വർക്കുണ്ട്. ബാക്കിൽ ഇതുപോലെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, പല ഭാഷകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്രോസ് ബോൺസിൻ്റെയും ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിവിൽ വാറിൻ്റെ ഒരു പോസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ മൂവിയുടെ ചെറിയൊരു ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ബോക്സ് തന്നെയാണ്. മുകളിൽ മാർവൽ സ്റ്റുഡിയോയുടെ ലോഗോ ഉണ്ട്. അടിയിൽ പിന്നെ മെയ്ഡ് ഇൻ ചൈന അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് ഇത് രണ്ടുമാണ് നമ്മളെ ഫിഗേഴ്സായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡുണ്ട്, 2 എക്സ്ട്രാ ഹെഡും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലെ വില്ലനായിട്ടുള്ള ക്രോസ് ബോൺസിനെ തന്നെ നോക്കാം. ഇതാണ് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ മൂവിയിലെ വില്ലനായിട്ടുള്ള ക്രോസ് ബോൺസ്. ക്രോസ് ബോൺസിൻ്റെ റിയൽ നെയിമായിട്ടുള്ള ബ്രോക്ക് റുംലോയാണ്. പുള്ളി ക്യാപ്റ്റൻ അമേരിക്കയുടെ തന്നെ അവഞ്ചേഴ്സിൻ്റെയൊക്കെ ടീമായിട്ടുള്ള ഷീൽഡിൻ്റെ തന്നെ ഒരു വിങ്ങായിട്ടുള്ള സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ടീമിലുള്ള ഒരു മെമ്പറായിരുന്നു. പക്ഷേ പുള്ളി അപ്പോൾ തന്നെ ഒരു ഡബിൾ ഏജൻ്റായിട്ട് ഷീൽഡിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ടീമായ ഹൈഡ്രയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഡബിൾ ഏജൻ്റായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെയാണ് പുള്ളി ഒരു വില്ലനായിട്ട് മാറുന്നത്. ഈ ഫിഗർ നല്ല മൂവിയിലത്തുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. ഇതിൻ്റെ ഡിസൈനെല്ലാം വളരെ നല്ല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. മാസ്ക് ഉണ്ട്. മാസ്കിൻ്റെ അകത്തൂടെ തന്നെ നമുക്ക് ഐയുടെ ഡീറ്റെയിൽസ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർമർ, സൈഡിലുള്ള ആയുധങ്ങളെല്ലാം കറക്റ്റായിട്ട് ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ച് ചെയ്യാനായിട്ടുള്ള 2 മെക്കാനിസം നമ്മൾ മൂവി കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ ഒരു മെക്കാനിസത്തിനാണ് പുള്ളി ഫോഴ്സിൽ പഞ്ച് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണതാണ്, ആണെങ്കിൽ ഇത് റിമൂവും ചെയ്യാൻ പറ്റും. ചെറിയ റബ്ബറി മെറ്റീരിയലാണ്. സൈഡിലെല്ലാം ഫുള്ള് ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗണ്ണുണ്ട് സൈഡിൽ, പക്ഷേ അത് ഫിക്സഡാണ്, മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബൂട്ട് എല്ലാം അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ബാക്ക് സൈഡ് മിനിമം ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മൂവ്മെൻറ്റ് നല്ല മൂവ്മെൻറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഹെഡെല്ലാം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കൈയുടെ റൊട്ടേഷനുണ്ട്. ഇനി ആർമർ വന്നിട്ടുള്ളത് കാരണം ചെസ്റ്റിൻ്റെ ഭാഗത്ത് റൊട്ടേറ്റ് ചെയ്യാൻ മൂവ്മെൻറ്റ് പറ്റില്ല. വേസ്റ്റ് ചെറിയ മൂവ്മെൻ്റ് ഉണ്ട്. ലെഗ്, ഫീറ്റ് എല്ലാം നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഹെൽമെറ്റ് ഇല്ലാത്ത വ്യൂ ആയിട്ട് ബ്രോക്ക് റൂംലോ എന്ന് പറഞ്ഞിട്ടുള്ള ഹെൽമെറ്റ് ഇല്ലാത്ത വ്യൂ ആണിത്. നല്ല ഡീറ്റെയിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ക്യാപ്റ്റൻ അമേരിക്ക നോക്കാം.
ഇവിടേക്കിട്ട് ഇതാണ് നമ്മൾ അവഞ്ചേഴ്സിൽ തന്നെ മെയിനായിട്ടുള്ള ഒരാളായ ക്യാപ്റ്റൻ അമേരിക്ക. ഡിസൈനെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ക്യാപ്റ്റൻ അമേരിക്ക എന്നുള്ള അമേരിക്കയുടെ ഫ്ലാഗുമായിട്ട് മാച്ചായിട്ട് പറയുന്ന ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഹെൽമെറ്റുള്ള ഹെഡാണ്, ഇത് അൺമാസ്ക്ഡ് ആയിട്ടുള്ള ഹെഡ്. ക്യാപ്റ്റൻ അമേരിക്കയിലെ മൂവിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ക്രിസ് വാൻസാണ്. കുഴപ്പമില്ലാതെ ആക്യുറസി വന്നിട്ടുണ്ട്, അത്ര കൃത്യമല്ലെങ്കിലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വ്യൂ ആണ്. ഇതാണ് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഡിസൈൻ. ആ മൂവിയിലുള്ളത് പോലത്തെ ഉള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്ട്രാപ്പ്, പിന്നെ ഇവിടെ ഒരു സ്റ്റാറിൻ്റെ, ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു സ്റ്റാറിൻ്റെ ഒരു ഡിസൈന്. സ്ട്രാപ്പ് ഇങ്ങനെ ബാക്കുമായിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബെൽറ്റ്, ഇത് ആ ഫ്ലാഗിൻ്റെ ഡിസൈന്. ഹെൽമെറ്റിൽ എയുടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സൈഡിലൊരു വിങ്സിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബൂട്ട്. താട്ടൊന്നും വലിയ അധികം ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. മറ്റേ ക്രോസ് ബോൺസിൽ പോലെ അധികം ആയുധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നോർമലായിട്ടുള്ള ഡിസൈൻ മാത്രമേ വന്നിട്ടുള്ളൂ. മെയിനായിട്ട് ഈ ഐസ് എന്തെല്ലാം നല്ല ഡീറ്റെയിൽഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ആ പെയിൻറ്റിങ്സുകളെല്ലാം. ഈ സൈഡിൽ അവഞ്ചേഴ്സിൻ്റെ ആ ഇത് കാണാൻ പറ്റുന്നുണ്ട്, ആ കൈയുടെ ആ ഭാഗത്തായിട്ട്. പിന്നെ ഗ്ലൗസ് ഉണ്ട്, കയ്യിൽ ഗ്ലൗസ് ഉണ്ട്. പിന്നെ ഇതാണ് ക്യാപ്റ്റൻ അമേരിക്കയുടെ മെയിൻ ആയുധമായിട്ടുള്ള ഷീൽഡ്. കോമിക്സിലുള്ളതുപോലെ വൈബ്രേനിയവും അഡമാൻഡും തമ്മിൽ മിക്സ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഷീൽഡാണ്. നമ്മളെ ബൂമറാങ്ങൊക്കെ പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ഒരു സാധനമാണ്. അതാണ് കോമിക്സിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഷീൽഡാണ് ഇത്. മൂവിയിൽ ഈ ഷീൽഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കയ്യിൽ ഈ രീതിയിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഈ കയ്യിലോ രണ്ട് കയ്യിലും വേണമെങ്കിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹെഡ് വേണമെങ്കിൽ മാറ്റി നമുക്ക് ഫിറ്റ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. ക്യാപ്റ്റൻ അമേരിക്കയുടെ അൺമാസ്ക്ഡ് ആയിട്ടുള്ള ഹെഡായിട്ട് കിട്ടും. അതുപോലെ തന്നെ ക്രോസ് ബോൺസിൻ്റെയും ഹെഡ് റിമൂവ് ചെയ്യുക, അൺമാസ്ക്ഡ് ഹെഡ് കിട്ടും. ക്രോസ് ബോൺസ് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് മാസ്ക് ഉള്ള ഹെഡാണ്. നല്ല ഭംഗിയുള്ളൊരു മാസ്കാണിത്. കണ്ടോ, ഇതാണ് മാസ്ക്ഡും അൺമാസ്ക്ഡ് ഹെഡ്. അത് ഞാൻ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല, അതാണ് കിടന്ന് ചെറിയൊരു ആട്ടം ഉള്ളത്. ഇത് ക്യാപ്റ്റൻ അമേരിക്കയുടെ മാസ്ക്ഡും അൺമാസ്ക്ഡും ആയിട്ടുള്ള ഹെഡുകളാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോയുടെ വിശേഷങ്ങൾ. അടുത്തൊരു ടോയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.